ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഉപ്പും മുളകും എന്ന സിറ്റ്കോം ഷോയിനെ കുറിച്ചാണ്. നമുക്ക് ആരംഭിക്കാം. ഉപ്പും മുളകിനെ കുറിച്ച് പറയാനുള്ളത് പാറുക്കുട്ടി 4-5 എപ്പിസോഡുകളായി ഉപ്പും മുളകിൽ ഇല്ല. അതിന് ചിലവർക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. ഇനി മുടിയനെ ഒഴിവാക്കിയതുപോലെ ഈ പാറുക്കുട്ടി എങ്ങനെ ഒഴിവാക്കിയെന്ന് അങ്ങനെ ചിലവർക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. പക്ഷേ ആ കൺഫ്യൂഷനൊക്കെ തെറ്റാണ്. പാറുക്കുട്ടി താൽക്കാലികമായി ഒരു ലീവ് എടുത്തിരിക്കുകയാണ് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. താൽക്കാലികമായി ഒരു ലീവ് എടുത്തിരിക്കുകയാണ്. പാറുക്കുട്ടി ഉടൻ ഉള്ളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ തിരക്കായതുകൊണ്ട് ചെറിയൊരു ലീവ് എടുത്തതാണ്. അല്ലെങ്കിൽ പനിയോ അങ്ങനെ വല്ല അസുഖവും, മഴയൊക്കെ അല്ലേ, അപ്പോൾ ഒരു പനിയോ അങ്ങനെ വല്ല അസുഖവും വന്നപ്പോൾ ലീവ് എടുത്തതാണ്. പാറുക്കുട്ടിയൊന്നും ഒഴിവാക്കിയിട്ടേ ഇല്ല, ഇനി ഒഴിവാക്കാനും പോകുന്നില്ല. അപ്പോൾ അടുത്ത ആഴ്ചയോ അതോ ഈ ആഴ്ച ലാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഫസ്റ്റോ അടുത്ത ആഴ്ച പകുതിയോ ആ സമയത്തൊക്കെ പാറുക്കുട്ടി തിരിച്ചു വരാം എന്നാണ്. അതായത് പാറുക്കുട്ടിയും എപ്പിസോഡുകളിലും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡുകളിലോ അടുത്ത ആഴ്ച പകുതിയോടെ എപ്പിസോഡുകളിലോ അതോ ഈ ആഴ്ചത്തെ ലാസ്റ്റ് എപ്പിസോഡുകളിലോ അങ്ങനെ വല്ല എപ്പിസോഡ് ഈ ആഴ്ചത്തെ ഒടുവത്തെ എപ്പിസോഡ്, അതായത് ശനിയാഴ്ചയൊക്കെ അപ്പോഴോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഫസ്റ്റോ അടുത്ത ആഴ്ചയുടെ ലാസ്റ്റോ അങ്ങനെ വല്ല എപ്പിസോഡുകളിൽ പാറുക്കുട്ടി തിരിച്ചു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. വളരെ കൂടുതലെന്ന് വെച്ചാൽ ചാൻസ് ഉണ്ട്, അങ്ങനെ വരും എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ആരും ബേജാറാവണ്ട. ഉപ്പും മുളകിൽ നിന്ന് പാറുക്കുട്ടി ഒഴിവായിട്ടൊന്നുമില്ല. ഇനി ഇതേപോലത്തെ ഉപ്പും മുളക് അപ്ഡേറ്റുകൾ അറിയാനും ചക്കപ്പഴ അപ്ഡേറ്റുകൾ അറിയാനും കാർട്ടൂണുകളുടെ അപ്ഡേറ്റുകൾ അറിയാനും ബാലവീറിൻ്റെ അപ്ഡേറ്റുകൾ അറിയാനും കൊച്ചു ടിവിൻ്റെ അപ്ഡേറ്റുകൾ അറിയാനും സ്റ്റോറീസിൻ്റെ അപ്ഡേറ്റുകൾ അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ബൈ. സബ്സ്ക്രൈബ് ചെയ്യൂ.